അപ്പോൾ നമ്മളിതേ നമ്മുടെ ചിക്കുവിനെയും കിട്ടുവിനെയൊക്കെ അപ്പുറത്തെ റൂമിലേക്ക് കൊണ്ട് കൊടുക്കാനായിട്ട് അവരുടെ കൂടും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ ആദ്യം തന്നെ അവരുടെ കൂടിൻ്റെ ആ താഴ്ഭാഗത്തുള്ള ഒരു ട്രേ ഒക്കെ എടുത്ത് മാറ്റിയിട്ട് പിന്നെ ആ ഒരു തൂവലും കാര്യങ്ങളൊക്കെ ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് കൊടുക്കുന്നത് അവർക്ക് ബാൽക്കണി ഇല്ല, അപ്പോൾ അവരുടെ റൂമിനകത്ത് വെച്ചിട്ട് വേണം നമ്മൾ കിളികളെയൊക്കെ നോക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടൊക്കെ നല്ല ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. നമ്മൾ ബാൽക്കണി വെച്ചിട്ട് കുറച്ച് പൊടിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് കൊടുത്തില്ലെങ്കിൽ പിന്നെ അവർക്കൊരു ബുദ്ധിമുട്ടല്ലേ അവരുടെ വീടിനകത്ത് വെക്കുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ പിന്നെ അവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ തത്തയൊക്കെ രണ്ടുപേരും ഞാൻ കുളിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പന്മാരാക്കി ഇരുത്തിയിട്ടുണ്ട്. ഇനി ഇതേ അവരുടെ കൂടൊക്കെ ഇതേ വൈപ്സൊക്കെ വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ്. ഞാൻ ആദ്യം തന്നെ ഒന്ന് കൂട് കഴുകിയിട്ടുണ്ടായിരുന്നു 2 ദിവസം മുന്നേ ആയിട്ട്. ഇപ്പോൾ അതിൻ്റെ 2 ദിവസമായിട്ടുള്ള കുറച്ച് പൊടിയായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ട്രേ ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് തുടച്ചിട്ട്. പിന്നെ ഈ ഒരു സ്റ്റിക്കറൊക്കെ വന്നിട്ട് അത് ആ ഒരു പേപ്പർ വെച്ചിട്ട് അത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് ഞാൻ കഴുകിയിട്ടൊന്നും പോകുന്നില്ല, അല്ലാണ്ട് കറയല്ല അത്. അപ്പോൾ അതൊരു സ്റ്റിക്കറിൻ്റെ ഒരു എന്താണ് പറയുന്നത്, ഒരു പശയുടെ ഒരു ഭാഗമായിട്ട് ഇരിക്കുന്നതാണ് കണ്ടോ. അത് എത്ര തുടച്ചിട്ടും പോകുന്നില്ല. അങ്ങനെ തന്നെ നന്നായിട്ട് ഡീപ്പ് ക്ലീനിങ്ങൊക്കെ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കുതേ എന്നെ ക്ലീൻ ചെയ്യാൻ സമ്മതിക്കുന്നില്ല. വൈപ്സ് എടുത്ത് തന്നപ്പോൾ അവൻ ആ വൈപ്സ് വേണമെന്നുണ്ട് ഭയങ്കര കളിയാണ് കേട്ടോ. അവന് സാധാരണ നമ്മൾ ടിഷ്യൂ കൊടുക്കാറുണ്ട് കളിക്കാനായിട്ട്. അപ്പോൾ ടിഷ്യൂ ആണെന്ന് കരുതിയിട്ട് അവൻ എൻ്റെ കൂടെ തന്നെ നിന്നിട്ട് ഭയങ്കര കളിയാണ് അതിനെ പിടിക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് ഇണങ്ങിയ തത്തയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് വെച്ച് കുസൃതി കൂടുതലാണ് അതിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നിനും സമ്മതിക്കത്തൊന്നുമില്ല. കണ്ട എൻ്റെ കൂടെ നടന്നിട്ട് ഭയങ്കര കളിയാണ്. പിന്നെ ഞാൻ മോളോട് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ടിഷ്യൂ എടുത്ത് അവന് കൊടുത്തിട്ടുണ്ട് കളിക്കാനായിട്ട്. പക്ഷേ അവന് അത് വലിച്ചെടുത്തപ്പോൾ തന്നെ മനസ്സിലായി എൻ്റെ കയ്യിരിക്കുന്ന സംഭവം അല്ല എന്നുള്ളത്. പിന്നെ അവനത് വേണ്ട, അവൻ എൻ്റെ കയ്യിരിക്കുന്ന ടിഷ്യൂ തന്നെ അല്ല വൈപ്സ് തന്നെ വേണം. അങ്ങനെയായി കുറച്ച് നേരത്തെ ബഹളമൊക്കെ. പിന്നെ ഒരുപാട് നേരം അവനെ എന്നെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമില്ല. ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ഈവനിങ് ആണ് കേട്ടോ. അപ്പോൾ ഈവനിങ് ഞങ്ങൾക്ക് രാത്രി 9:15 ഫ്ലൈറ്റ്. അപ്പോൾ നമുക്ക് അതിന് മുന്നേ ആയിട്ടുണ്ട് ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് റൂമിൽ നിന്ന് ഇറങ്ങേണ്ടതായിട്ടുണ്ട്. ദുബായിലായിരുന്നു എയർപോർട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ പോകേണ്ടതായിട്ടുണ്ട്. എനിക്ക് ഒരുപാട് സമയമൊന്നുമില്ല. പിന്നെ പെട്ടെന്ന് തന്നെ ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ആ പേപ്പറൊക്കെ ഒന്ന് വെച്ച് കൊടുക്കണം അവൻ്റെ ആ ഒരു ട്രേയിൽ. അപ്പോൾ അതൊക്കെ ആ നേരം കൊണ്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പേപ്പറൊക്കെ വെച്ച് സെറ്റാക്കിയിട്ട് ഇതുപോലെ ഈ ഒരു ട്രേ കണ്ടോ, ഇതിങ്ങനെ കൂടിനകത്തേക്ക് കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇതിൽ ഫില്ലായി കിട്ടും. നമുക്ക് ഡെയിലി എടുത്ത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്താൽ മാത്രം മതിയാകും. അങ്ങനെ നമ്മുടെ കൂടൊക്കെ ഡീപ്പ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ റൂമിലേക്ക് പോകാം. കൂടാതെ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവർക്കുള്ള ഫുഡും ആ ഒരു ട്രേ ഒക്കെ എടുത്ത് മോളുടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ബാക്കിയുള്ള അവരുടെ അക്സസറീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ എടുത്ത് എല്ലാം പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ഒരു കൂട് ഞാനത് കമ്പിയിലാണ് ഇങ്ങനെ കൊളുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് കൂടൊക്കെ എടുത്തിട്ട് ഇതേ നമുക്കിനി മേളത്തെ റൂമിൽ വെച്ചിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി തന്നെ മേളത്തെ റൂമിൽ ഞങ്ങൾ ചിക്കുവിനെ കൊടുക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ കിട്ട് കുഴപ്പമില്ല കേട്ടോ. അത് നമുക്കായിട്ട് ഒരുപാടങ്ങ് ഇണങ്ങാത്തൊരു നമുക്കൊരു ഫീലില്ലായിരുന്നു. പക്ഷേ ചിക്കു അതുപോലെയല്ല, നമ്മളോട് കളിച്ച് നടന്നതുകൊണ്ട് തന്നെ അവനെ കൊടുക്കുന്നുണ്ട് ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ ചേട്ടനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ. ഞങ്ങളുടെ അവിടുത്തെ മോന് വന്ന് വാങ്ങിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ തത്തെ. അപ്പോൾ അവന് അതോട് കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പി. അവർക്ക് ഓൾറെഡി 3 തന്നെ ഉണ്ട്. ഇപ്പോൾ ഇതുകൂടെ കിട്ടിയപ്പോൾ അവർക്ക് 5 ആയി. അങ്ങനെ അവർ വളരെ ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ അവർ കൂടിനകത്തല്ല എടുത്ത് തുറന്നാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതും കൂടി ആകുമ്പോൾ നല്ല രസമായിരിക്കുമല്ലോ കൂടിനകത്തൊക്കെ. പിന്നെ നമ്മളുടെ ആ ഒരു ഫീമെയിൽ പാരറ്റും അവരുടെ ഒരു മെയിൽ പാരറ്റും നല്ല ഒരു പെയറാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു അതിനെയൊക്കെ ഒന്ന് പിടിച്ച് കൂട്ടിലിട്ടിട്ട് അവരെ ഒന്ന് പെയറാക്കി എടുക്കാമെന്ന് കരുതിയിട്ട് അവർ രണ്ടുപേരും പിടിച്ചിട്ട് കൂട്ടിയെടുത്ത് നമ്മുടെ ഫീമെയിലാണ് കേട്ടോ. ആ ഒരു കർട്ടനിലിരിക്കുന്നതാണ് മെയിൽ. അപ്പോൾ അവർ തമ്മിൽ ഇത് ഒരു 1.5 വർഷം, ഏകദേശം 1.5 വർഷത്തിന് മേളിൽ പ്രായമുള്ള ഫീമെയിലാണ്. അവരുടെ മെയിലെന്ന് പറയുമ്പോൾ ഏകദേശം 2 വർഷത്തിന് മേളിൽ പ്രായമുണ്ട്. അപ്പോൾ അവർ കറക്റ്റ് ഒരു ബ്രീഡിങ് പെയറാണ്. അങ്ങനെ കണ്ടോ, അവരെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് അവർക്ക് തമ്മിൽ. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു അവരെ ഒന്ന് സെറ്റാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒന്ന് കൂട്ടിലെ പിടിച്ചിടാനായിട്ട് നോക്കുന്നുണ്ട്. പിന്നെ അവരെ ഒന്ന് കൂട്ടിലൊക്കെ ആക്കി. പിന്നെ നമ്മുടെ ചിക്കു ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ അവന്.
റൂമൊക്കെ മാറിയപ്പോൾ തന്നെ അവന് നമ്മളെ വിട്ട് മാറാനായിട്ടൊരു അവന് മനസ്സിലായെന്ന് തോന്നുന്നു നമ്മൾ മാറ്റിയതാണെന്ന്. അപ്പോൾ പിന്നെ അവന് ഭയങ്കര സങ്കടമായിരുന്നു. സങ്കടം കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് ഞങ്ങളെ കൊത്തുന്നുണ്ടായിരുന്നു അവസാനമായപ്പോൾ തന്നെ. അപ്പോൾ പിന്നെ ചേട്ടനും ഭയങ്കര ഫീലായിട്ട് ചേട്ടനോടൊന്ന് വരാനേ തോന്നിയില്ല. പിന്നെ അവനെ കയ്യിലൊക്കെ എടുത്ത് വെച്ച് കുറേ നേരം കളിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. അവനും അതുപോലെ തന്നെയാണ്. എന്താണ് പറയുക, ഒരു നമ്മുടെ മനുഷ്യന്മാർ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതുപോലെ തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ ചിക്കുവും. ഭയങ്കര പിണക്കവും സങ്കടവും എന്താണ് പറയുക, അത് അനുഭവിച്ചറിയേണ്ടൊരു ഫീൽ തന്നെയായിരുന്നു. പക്ഷേ നമുക്ക് വേറെ നിവർത്തിയില്ലല്ലോ അവിടെ ആക്കിയിട്ട് വരാനല്ലാതെ. അങ്ങനെ അവിടെ ആക്കിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് അവിടുത്തെ മോനാണ് കേട്ടോ. അപ്പോൾ ഇവനാണ് അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, അവരെ കളിപ്പിക്കുന്നതും ഫുഡ് കൊടുക്കുന്നതൊക്കെ അവൻ്റെ പണിയാണ്. അപ്പോൾ അവന് ഭയങ്കര സന്തോഷമാണ്. പിന്നെ നമ്മുടെ ചിക്കുതേ പറന്ന് നമ്മുടെ അടുത്ത് വന്ന് ഇരിപ്പുണ്ട് കേട്ടോ. അവൻ ഒരു വിധത്തിലും അങ്ങോട്ട് പോകുന്നുമില്ല. അവന് ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ അവൻ നമ്മളായിട്ട് കളിച്ചുകൊണ്ടൊക്കെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഇത് അവരുടെ മെയിലാണ് കേട്ടോ. ഇത് നല്ലൊരു ഇണക്കമുള്ള തത്തയാണ്. ഇങ്ങനെ നമുക്ക് ഉമ്മയൊക്കെ തരും, അവരൊക്കെ സംസാരിക്കും, നല്ല രസമാണ് കേട്ടോ. പിന്നെ നമ്മുടെ ചിക്കുനെ കണ്ടോ, അവിടെ ഇവിടെയായിട്ട് പറന്ന് കയറിയിട്ടൊക്കെ ഇപ്പോൾ തന്നെ നല്ല ദേഷ്യത്തിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും മാറി മാറി കൊത്തുന്നുണ്ട്. അവന് ദേഷ്യം വന്നിട്ട് അവർ മനസ്സിലായി നമ്മൾ റൂം മാറ്റിയതാണെന്നുള്ളത്. അപ്പോൾ അവരുമായിട്ടും അടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കണ്ടോ നന്നായിട്ട് കൊത്തുന്നുണ്ട് ആൾ. പിന്നെ നമുക്ക് വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ അവിടെ തന്നെ വിട്ടിട്ട് പോവുകയാണ് ചെയ്തത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. റൂമിലെത്തിയ പാടിന് ചെടികളൊക്കെ ഈ തെർമോക്കോളിനകത്തൊക്കെ ആക്കിയിട്ടൊന്ന് വെക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ തിരിച്ച് വരുമ്പോഴേക്കും എല്ലാം ഉണങ്ങിപ്പോകുമെന്ന് കരുതിയിട്ട് തെർമോക്കോളൊക്കെ എടുത്തിട്ടൊന്ന് അതിനകത്താക്കി വെച്ചപ്പോഴേക്കും അതെന്താണ് പറയുക, അത് ലീക്കായിട്ട് അത് പൊട്ടിപ്പോയെന്തോ ആണെന്ന് തോന്നുന്നു. അങ്ങനെ ലീക്കായിട്ട് അത് വെള്ളം ലീക്കായി പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അതിൻ്റെ അടുത്ത് മാറ്റി. പിന്നെ വേറെ പോയി എടുക്കാനുള്ളൊരു സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതുപോലെ പ്ലാസ്റ്റിക് ടിന്നകത്തൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം കുറച്ച് തുണികളൊക്കെ ഒന്ന് പെറുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മടക്കിയൊക്കെ അലമാരയ്ക്കകത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ കുറച്ച് തുണികൾ കഴുകാനായിട്ട് വാഷിംഗ് മെഷീനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഒന്ന് അടിച്ച് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ മോൾക്ക് ഹെയർ കളർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ അതും ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഹെയർ കളർ ചെയ്യാനായിട്ട്. അപ്പോൾ അവളെ ഒന്ന് ഫ്രഷ് ആക്കി എടുത്ത് കുളിച്ച് ഷാമ്പു കണ്ടീഷണറൊക്കെ ഇട്ട് തേച്ച ശേഷം ഞാൻ ഇതുപോലത്തെ ഹെയർ കളർ സ്പ്രേ ആണ് കേട്ടോ. ഇത് അങ്ങനെ കിഡ്സിനുള്ളതാണ്. അങ്ങനെ അതിനെ ഒന്ന് ഹെയറൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ഹെയർ ഇങ്ങനെ ആക്കി എടുത്ത കാരണം തന്നെ. പിന്നെ അതിനുശേഷം കുഞ്ഞുമോൾ അവിടെ കിടന്ന് നല്ല ഉറക്കമാണ്. അല്ലെങ്കിൽ ഒരു പണി സമ്മതിക്കത്തില്ല. പിന്നെ രാത്രി എയർപോർട്ടിൽ നല്ലതായിട്ട് ഡിസ്റ്റർബ് ആക്കുമല്ലോ. അങ്ങനെ അവളെ ഉറക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് തുണികളൊക്കെ ഒന്ന് കഴുകി വിരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് കഴുകി വിരിക്കുന്നുണ്ട്. പിന്നെ കിച്ചണിൽ പാത്രങ്ങളൊക്കെ ഒതുക്കി ഞങ്ങൾ ഫുഡ് കഴിച്ച പാത്രങ്ങളൊക്കെ എല്ലാം കഴുകി പിറക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിയൊന്നും എടുത്ത് വയ്ക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ തന്നെ ആ ഒരു ട്രേക്കകത്തേക്ക് ആക്കിയിട്ട് പോവുകയാണ്. പിന്നെ മണി പ്ലാന്റ്സൊക്കെ സെറ്റാക്കി ബാക്കിയെല്ലാം സെറ്റായിരുന്നു കേട്ടോ. പിന്നെ ആ ഫ്രിഡ്ജൊക്കെ ഒതുക്കി എല്ലാം ആ ഒരു ഫ്രിഡ്ജിനകത്തുള്ള സംഭവങ്ങളെല്ലാം കഴുകി പെറുക്കിയെടുത്ത് പുറത്ത് വെച്ചിട്ട് പോകുന്നുണ്ട്. പിന്നെ ഫ്രിഡ്ജിനകത്ത് ഞാനത് 2-3 ചെറുനാരങ്ങയില്ലേ അതിനെടുത്ത് ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഈ പൂപ്പലും അങ്ങനെ ഈ ഫംഗൽ ഇൻഫെക്ഷൻ അങ്ങനെ സംഭവങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഈ ലെമണിൻ്റെ ആ ഒരു ഇതടിച്ചിട്ട് ഫ്രിഡ്ജ് ഇതുപോലെ തന്നെ ക്ലീനായി കിടക്കും. അപ്പോൾ നമുക്ക് അതിനകത്തുള്ള സംഭവങ്ങളെല്ലാം ക്ലീനാക്കി വെച്ചാൽ മാത്രം മതി. കണ്ടോ, ഇതുപോലെ ഫ്രിഡ്ജിലും ഫ്രീസറിലും ഓരോന്ന് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ബാക്കി തുണികൾ വീണ്ടും വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം എല്ലാം കൊണ്ട് വച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത പണി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ കാർപ്പറ്റ് ഒന്ന് പൊടിയൊക്കെ അടിച്ച ശേഷം ഇതുപോലെ ഒന്ന് ആ ഒരു വെള്ളി പോലത്തെ സംഭവം കിട്ടും റാപ്പ് ചെയ്യുന്നത്, അതിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ റാപ്പ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ പിന്നെ പൊടിയൊന്നും അടിക്കത്തില്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ നല്ല പൊടിയായിട്ട് പിന്നെ ഇത് കഴുകാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോൾ. അതുകൊണ്ട് ഞാൻ ഇതുപോലെ പൊടിയൊക്കെ അടിച്ച ശേഷം ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ ഒരു വെള്ളി എടുത്തിട്ട് ഇങ്ങനെ ചുറ്റി വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് വരഞ്ഞ് കെട്ടുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല, പൊടിയും കാര്യങ്ങളൊന്നും വരത്തില്ല. നമ്മൾ തിരിച്ച് വന്നിട്ട് നമുക്കിതുപോലെ ആ ഒരു വെള്ളി മാത്രം കട്ട് ചെയ്ത് വേസ്റ്റ് കളയാം. നമ്മുടെ കാർപ്പറ്റ് പഴയ പോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്തിട്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ എല്ലാ പണികളും ഒതുങ്ങിയിട്ടുണ്ട്. റൂമൊക്കെ ഡീപ്പ് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോയിട്ട് റെഡി ആവാം. അങ്ങനെ ഞാൻ ഇത് കുളിച്ച് ഫ്രഷ് ആയ ശേഷം ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പകുതി ഡ്രസ്സേ ആയിട്ടുള്ളൂ, പകുതി ഇനിയുണ്ട്. അപ്പോൾ മേക്കപ്പൊക്കെ ഒന്ന് ചെയ്തിട്ടൊന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ചെറിയ മോളെ ഇറക്കിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ അവൾക്ക് എടുത്ത ഡ്രസ്സ്. രണ്ടുപേർക്കും ഇതുപോലത്തെ ഒരു ജീൻസിൻ്റെ ചെറിയ നിക്കറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ മോൾക്ക് ക്രോപ്പ് ടോപ്പും, ചെറിയ ആൾക്ക് കിട്ടിയിട്ടില്ലായിരുന്നു ക്രോപ്പ് ടോപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് ഇതുപോലത്തെ ഒരു ഉടുപ്പാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ രണ്ടുപേർക്കും ഓരോ ഗ്ലാസ്സൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് അവൻ ഫസ്റ്റ് റെഡിയാക്കി ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് നന്നായിട്ട് മേക്കപ്പൊക്കെ ചെയ്തിട്ട്
അടിപൊളിയാവണമെന്ന്. അങ്ങനെ ഞാൻ പിന്നെ ഒന്നും കുറച്ചിട്ടില്ലായിരുന്നു. അടിപൊളിയായിട്ട് മേക്കപ്പൊക്കെ ചെയ്ത് കൊടുത്തു. വല്ലപ്പോഴല്ലേ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാനും ചേട്ടനും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഫൈനൽ ഞങ്ങളുടെ ആ ഒരു ഹാൻഡ് ബാഗും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് സെറ്റാക്കി വെക്കുകയാണ്. ഞങ്ങൾക്കിപ്പോൾ വണ്ടി ഇപ്പോൾ വരും കേട്ടോ. ഞങ്ങളുടെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടും വൈഫുമാണ് ഞങ്ങളെ എയർപോർട്ടിലേക്ക് കൊണ്ടുവിടുന്നത്. ലഗേജൊക്കെ ഞങ്ങൾ നേരത്തെ ഇട്ട കാരണം പിന്നെ ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് കൊണ്ടുപോകാനുള്ള ഈ ഒരു 3 പെട്ടിയും അല്ല 2 പെട്ടിയും ഒരു ബാഗ് മാത്രം തന്നെയാണ് ഉള്ളത്. പിന്നെ പിള്ളേർക്കുള്ള ആ ഒരു ഹാൻഡ് ബാഗ് മാത്രം തന്നെയാണ് ഉള്ളത്, വേറെ ഒന്നുമില്ല. അങ്ങനത്തെ ഞങ്ങൾ നേരെ ഇറങ്ങി പെട്ടെന്ന് തന്നെ ഇതേ പോകാൻ റെഡി ആവുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ് കേട്ടോ. ഫൈനൽ ഇതാണ് എൻ്റെ ലുക്ക്. ഞാൻ പിന്നെ സിമ്പിളായിട്ടുള്ള ഡ്രസ്സാണ് എടുത്തത്. നമുക്ക് എയർപോർട്ടിൽ പോകുമ്പോൾ തന്നെ ഒരുപാട് നടക്കാനൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കുഞ്ഞ് മോളുമായിട്ടൊക്കെ പോകുന്നതല്ല. നഗൊക്കെ നല്ലോണം ഇതായിട്ടുണ്ട്. നമ്മുടെ ഫൈനൽ നമ്മുടെ എല്ലാം സെറ്റായിട്ടുണ്ട്. ലഗേജ് ഒക്കെ ഫുള്ള് പാക്ഡാണ്. പിന്നെ റൂമൊക്കെ ഓൾ സെറ്റാണ്. തുണികളൊക്കെ കയ്യിൽ ഇവിടെ വിരിച്ചിട്ടേക്കാറുണ്ട് സ്റ്റാൻഡിൻ മേലെ. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് പൊടി അടിക്കും. അപ്പോൾ അകത്ത് വെച്ചേക്കാണ്. അപ്പോൾ എല്ലാം ഫൈനലൊക്കെ എല്ലാ റൂമൊക്കെ അടിപൊളി സെറ്റാക്കിയിട്ടുണ്ട്. കാർപ്പറ്റൊക്കെ പ്ലാസ്റ്റിക് കവറൊക്കെ ഒട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോവാം. എൻ്റെ വാക്കിങ് കൂടെ തൂക്കി തരുമോ? അവളുടെ കണ്ണാടി വെച്ചോണ്ട് കളിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലഗേജൊക്കെ പാക്ഡാണ് കേട്ടോ. പില്ലോ, ലഗേജ്, ബാഗ് എല്ലാം പാക്ഡാണ് കേട്ടോ. കാർപ്പറ്റ് അപ്പം അതിൻ്റെ ബാഗ് തൂക്കാണ്. ഓട്ടത്തിലാണ്. അപ്പൊ ദേവരൊക്കെയാണ് നമ്മളെ കൊണ്ടാക്കുന്നത്. ജയച്ചേട്ട വൈഫ്. അവരെ പൂളൊരു ഹാപ്പിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ അവര്. അവനെ പോ. അതെ ഞങ്ങൾ വണ്ടിയിൽ കയറി.
അങ്ങനെ അതേ ഞങ്ങൾ കുറച്ച് നേരത്തെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ദുബായ് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. എത്തിയ പാടുതന്നെ അവർ ഞങ്ങളെ വിട്ടിട്ട് പോവുകയാണ് കേട്ടോ ചെയ്തത്. ഞങ്ങൾ അവർക്ക് ടാറ്റ ബൈബൈക്ക് പറഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട്. അവരെ പിന്നെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസും കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ തന്നെ നമ്മൾ ലഗേജൊക്കെ പുറത്തോട്ട് ഇറക്കിയിട്ട് അവർക്ക് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് നമ്മളിത് ഇറങ്ങുന്നുണ്ട്. അമ്മ തുറക്കല്ലേ, ഇറങ്ങിക്കോ. ഞാൻ ബാഗ് വാങ്ങിക്കാം, ഒരു മിനിറ്റ്. അങ്ങനത്തെ അവരൊക്കെ പോയ ശേഷം ഞങ്ങളിത് അകത്തേക്ക് കയറുകയാണ്. ഞങ്ങളുടെ ലഗേജൊക്കെ കിട്ടുക കാരണം തന്നെ നമുക്ക് ലഗേജൊന്നും ഇപ്പോൾ കൊണ്ടുപോകേണ്ട കാര്യമില്ല. 2 ട്രോളി ബാഗ് മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ. അപ്പോൾ അതൊക്കെ ആയിട്ട് നേരെ അകത്തേക്ക് പോവുകയാണ്. പിന്നെ അകത്തും കാര്യമായിട്ടുള്ള ചെക്കിങ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എല്ലാം ഫാസ്റ്റായിട്ട് കഴിഞ്ഞ് പോകുമായിരുന്നു. മുന്നേ ഞാൻ പോയപ്പോഴൊക്കെ ഒരുപാട് ലേറ്റ് ആയിരുന്നു. ഓരോ സ്ഥലത്ത് പോയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് പിന്നെ അപ്പുറം സൈഡ് ചെക്കിങ് അങ്ങനെ ഓരോ സ്ഥലത്തും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ പോയപ്പോൾ ഒന്നുമില്ല. ഡയറക്റ്റ് നേരെ പോയിട്ട് ആ ഒരു എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ ഉള്ള ആ ചെക്കിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതും പെട്ടെന്ന് തന്നെ 2 മിനിറ്റ് പോലും സമയം എടുത്തില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാം കഴിഞ്ഞ് അകത്തേക്ക് കയറാൻ പറ്റി. അതുകൊണ്ട് തന്നെ നമ്മുടെ യാത്രയൊന്നും വളരെ ഇതൊന്നും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് എല്ലാം കഴിയുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഡിലേയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ദുബായ് ആയതുകൊണ്ട് തന്നെ കുറച്ച് എയർപോർട്ടിനകത്ത് കുറച്ച് നടക്കാനുണ്ടായിരുന്നു, അത്രമാത്രം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ചെറിയ മോൾ നടന്നത് കാരണം പിന്നെ കുഴപ്പമില്ല കേട്ടോ. നമ്മൾ കുറച്ച് ദൂരമൊക്കെ നടന്നു. പിന്നെ അത് എൻ്റെ തോളിലേക്ക് ചാടി കയറിയിട്ടൊക്കെ ഉണ്ട്. അല്ലു വാ, അല്ല നമ്മളിപ്പോൾ ചെക്കിങ് എല്ലാം കഴിഞ്ഞു. നമ്മൾ ഗേറ്റിനടുത്തേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനത്തെ ആ ചെറിയ ആൾ കളിച്ച് എൻ്റെ മുടിയൊക്കെ പിടിച്ച് വലിച്ചെടുത്തു. അങ്ങനെ ഞാൻ കെട്ടി വെച്ചിരുന്ന എല്ലാം ഇളകിപ്പോയി കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ വേറെ ബണ്ണവും കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. 2 സ്ലൈഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ എവിടെയൊക്കെ പോയി. പിന്നെ വേറെ വഴിയൊന്നും ഇല്ലാത്ത കാരണം ഞാൻ മുടിയൊക്കെ അഴിച്ചു തന്നെ ഇട്ടിട്ടുണ്ട്. അങ്ങനെയായിട്ടാണ് പോയത്. ആണോ? എനിക്ക് സത്യം നല്ല എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ. എന്തിന്?
ഫ്ലൈറ്റിൽ പോകാനാണ് കൂടുതൽ മിക്സ് ചെയ്തിരിക്കുന്നത്. ആൾക്കാരെ വിളിക്കണം കേട്ടോ. അതിന്റെ മച്ചിട്ടുണ്ടോ തന്നെ പറയാൻ എന്തെങ്കിലും. അങ്ങനെ ദേ ഞങ്ങൾ ഫ്ലൈറ്റിനകത്തേക്ക് കയറുകയാണേ. അങ്ങനെ ദേ ഫ്ലൈറ്റിനകത്ത് കയറി എല്ലാം സെറ്റാക്കി ഡ്രസ്സല്ലല്ലോ ലഗേജും കാര്യങ്ങളൊക്കെ വെച്ച് കേട്ടോ. എല്ലാം ദേ മുകളിലത്തെ ആ ഒരു ഡ്രോയ്ക്കകത്തേക്ക് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാം ഓൾ സെറ്റാണ്. അതിന് ശേഷം ഞാനും ചേട്ടനും ഓരോ മൂവീസൊക്കെ ഇട്ട് കാണാമെന്ന് വിചാരിച്ചു. മക്കൾക്ക് ദേ കാർട്ടൂൺസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരും ഓരോരോ ടി വിയൊക്കെ ഉള്ളത് കാരണം ആ ഒരു സ്ക്രീനൊക്കെ നോക്കിയിട്ടിരുന്നോളൂ. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവർ ഉറങ്ങിയിട്ടില്ലായിരുന്നു, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ഫുൾ ടൈം എൻഗേജ്ഡ് ആയിരുന്നു. ഓരോരോ മൂവീസും കാർട്ടൂൺസും പാട്ടും എല്ലാം ഇട്ട് മാറി മാറി ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന കാരണം തന്നെ സമയം പോയത് തന്നെ അറിഞ്ഞില്ല. ചെറിയ ആളും നല്ലതായിട്ട് തന്നെ എൻജോയ് ചെയ്തു. അവളും ഉറങ്ങിയിട്ടില്ല. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ ഇറങ്ങാറായ ഒരു ടൈം ആയപ്പോഴേക്കായിട്ട് ആൾ ഉറങ്ങിയിട്ടുള്ളത്. അതുവരേക്കും ഫുൾ ബിസിയാണെന്ന് തന്നെ പറയാം. ഇപ്പോഴാണ് വീടിക്കൊന്ന് ചെരിച്ച് കണ്ടത്. ഹലോ അമ്മു, Ladies and gentlemen, welcome aboard this flight to Our destination is having crew board. They come from 12 Street and 6. ഹാപ്പി അല്ലേ? If there is anything we can do to help you, please let us know. കാണിച്ചു കൊടുക്ക്. എന്ത് കാണുന്നേ? ഇപ്പൊ വലിയ മാമുണ്ട്. ആ ഇപ്പൊ ഞാൻ കൊച്ചിയാ പോകട്ടെ. അല്ല കാണിച്ചു കൊടുക്ക. അല്ല എന്താ കാണുന്നേ? Ladies and gentlemen, as we are coming to an turbulent area, we request you to remain seated. അങ്ങനെ ദേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. ആദ്യം മക്കൾക്കുള്ള ഫുഡാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. പിന്നെയാണ് ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയിട്ടുള്ളത്. ആദ്യം തന്നെ അവർക്ക് ദേ കിട്ടിയിട്ടുള്ളത് നല്ല പാസ്തയായിട്ട് കിട്ടിയിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത ആയിരുന്നു. കുട്ടികൾക്കായതുകൊണ്ട് തന്നെ ഒരുപാട് ചീസൊക്കെ ആഡ് ചെയ്തിട്ട് നല്ല ചീസി പാസ്ത ആയിരുന്നു. പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നല്ലോ, ചിക്കൻ ആഡ് ആയിട്ടുണ്ട്. പിന്നെ ഇതേ കുറച്ച് കേക്ക്, പിന്നെ ജ്യൂസ്, സാലഡ്, ബിസ്ക്കറ്റ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബണ്ണ്, അതുപോലെ സോസ് കാര്യങ്ങളും, പിന്നെ ചോക്ലേറ്റ്സ്, അങ്ങനെ അവർക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ ഫുള്ളായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ തന്നെ കോരി കഴിക്കുകയാണ് ചെയ്തത്. ഒരുപാട് ടൈമൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു അവർക്ക് തന്നെ വിട്ടു കൊടുക്കാമെന്ന്. അങ്ങനെ പതിയെ കുറേ നേരം 1 മണിക്കൂറൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ പതിയെ ഓരോന്നായിട്ട് നുള്ളിയൊക്കെ എടുത്തിട്ട് അവർ നന്നായിട്ട് എൻജോയ് ചെയ്ത് തന്നെ ഫുഡ് കഴിച്ചിട്ടോ. ടി വിയൊക്കെ ഉള്ളത് കാരണം ആ ഒരു സ്ക്രീനൊക്കെ നോക്കി അവർ ആ കാർട്ടൂൺസൊക്കെ ഇട്ട് കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. പിന്നെ കുട്ടികൾക്ക് ആയതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എല്ലാ വെജിറ്റബിൾസ് ആയിരുന്നാലും ചിക്കൻ ആയിരുന്നാലും എല്ലാം നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. അത്രയ്ക്കും നല്ല ഫുഡായിരുന്നു ഫ്ലൈറ്റിനകത്ത് കിട്ടിയത്. പിന്നെ ഇവർക്ക് ഞാൻ എക്സ്ട്രാ ഓറഞ്ച് ജ്യൂസും അതുപോലെ ഗ്രേപ്പ് ജ്യൂസ് ഒക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ
അങ്ങനത്തെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ ഫുഡ് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയത് നല്ല മട്ടേരി ചോറും ചിക്കൻ കറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ചു. ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇനി ഇതേ അടുത്ത ഉറങ്ങാനുള്ള പരിപാടിയാണ്. ഉറങ്ങാനായിട്ട് ഞാൻ ഇതൊക്കെ എടുത്ത് സെറ്റായി കൊടുത്തു. പക്ഷേ അവർ ഉറങ്ങിയിട്ടൊന്നുമില്ല. അവരതിൽ ചാരി എടുത്തിട്ട് തന്നെ വീണ്ടും കാർട്ടൂൺസൊക്കെ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. അവർ ഉറങ്ങിയിട്ടേ ഇല്ല. അപ്പോൾ ഏകദേശം ഒരു 2 മണി 2:30 മണിയൊക്കെ ആയപ്പോഴാണ് ചെറുതായിട്ടൊന്ന് കണ്ണടച്ചത്. അപ്പോഴേക്കും പിന്നെ ലാൻഡ് ചെയ്യാനുള്ള ടൈമും ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒട്ടും ഉറങ്ങിയിട്ടില്ല. പിന്നെ എൻ്റെ ചേട്ടൻ കണ്ടോ, ബ്ലാങ്കറ്റൊക്കെ മൂടി സുഖം ഉറക്കമാണ്. ആൾക്ക് റൂമിൽ ഇരുന്നിട്ട് ബ്ലാങ്കറ്റും വേണ്ട ഷീറ്റും വേണ്ട ഒന്നും വേണ്ട. പക്ഷേ ഫ്ലൈറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ ബ്ലാങ്കറ്റ് ഷീറ്റൊക്കെ ഇട്ട് എല്ലാം സെറ്റപ്പ് ആക്കിയതായിരുന്നു ഉറക്കം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ വലുതായിട്ടൊന്നും. നമ്മളിത് ടി വി ഒക്കെ കണ്ട് തന്നെ ഇരിക്കുകയാണ്. ഓരോ മൂവീസൊക്കെ ഉണ്ടായിരുന്നു, മലയാളം മൂവീസൊക്കെ ഉള്ളത് കാരണം തന്നെ. പിന്നെ അതൊക്കെ കണ്ടുകൊണ്ട് ഇരുന്നുകൊണ്ടുള്ളത് തന്നെ കുട്ടികൾ ഉറങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഒട്ടും ഉറക്കം വന്നിട്ടില്ല. അങ്ങനത്തെ ഞങ്ങളുടെ ലാൻഡിങ് ടൈമൊക്കെ ആയി. ഇപ്പോൾ വിൻഡോസ് ഇല്ലാത്ത കാരണം പുറത്തുനിന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. നമുക്ക് അകത്തുള്ള ഒരു സ്ക്രീൻ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അങ്ങനത്തെ അവസാനം നമ്മുടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ലഗേജ് എല്ലാം കിട്ടി. ഇത് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ. പുറത്ത് നമ്മുടെ റിലേറ്റീവ്സും എല്ലാവരും വന്ന് വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് നേരമായി. അങ്ങനത്തെ ഞങ്ങൾ നേരെ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവരെയൊക്കെ കാണാനായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ പോകുന്നത്. പിന്നെ മക്കളൊക്കെ എല്ലാം അപ്പോഴേക്കും എഡിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവർക്കൊരു 1/2 മണിക്കൂർ ഉറങ്ങിയെന്ന് പറയാം, അത്ര തന്നെയാണ്. അങ്ങനത്തെ ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണേ. എല്ലാവരും കംപ്ലീറ്റ് എടുത്തിട്ട് തീരുവോ? എന്നെ കംപ്ലീറ്റ് ഇനി കംപ്ലീറ്റ് എടുത്തു ഞാൻ എന്നെ. അതെയോ വാ, ചിലപ്പോൾ എന്തെങ്കിലും ഒരു ദിവസം വീട്ടിൽ വരും. ചേച്ചിന് മൊത്തം വീഡിയോ ഞാൻ അവൻ ചേച്ചിക്ക് എന്ത് എന്നെ വേണ്ട.
ഇത് ഷോർട്ട് ജീൻസ്. ഇന്നലെ ക്ലോസ് പെടുത്തോ? എല്ലാവരും വീഡിയോ ഒരു ഫേമസ് ആവണമെങ്കിൽ മതി. നിന്നെ ഞാൻ എന്തായാലും എടുക്കണുണ്ട്. നിനക്ക് എന്താണ് അങ്ങനെ ദേഷ്യം വേണത്? എന്താണ് അവർക്ക് അങ്ങനെ ദേഷ്യം വേണത്? എന്താണ് അങ്ങനെ ദേഷ്യം വേണത്? അമ്മൂമ്മ ഇവിടെ അല്ല, അത് അമ്മൂമ്മ വന്നില്ല. അമ്മ എന്തോ നമ്മളെ രാത്രി ഉറങ്ങി പോലും ഇല്ല. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോ കേട്ടോ. ഞങ്ങൾ പുറത്തിറങ്ങി എല്ലാവരെയും കണ്ടു. എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അതുപോലെ അനിയത്തിയും അനിയത്തിൻ്റെ മോനും ഉണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ചേട്ടൻ്റെ ബ്രദറും അതുപോലെ ചേച്ചിയുടെ ഹസ്ബൻഡാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാം കൂടി പോവുകയാണ് വീട്ടിലേക്ക്. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.